സിനിമയിൽ അഭിനയിക്കാനെന്ന പേരിൽ വിളിച്ചുവരുത്തി യുവതിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടിയുമായി ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനി വേഫെയറർ ഫിലിംസ്. കാസ്റ്റിംഗ് കൌച്ചിന്റെ പേരിൽ അപകീർത്തിപ്പെടുത്തിയതിനാണ് പരാതി. തേവര പോലീസ് സ്റ്റേഷനിലും ഫെഫ്കയിലുമാണ് വേഫെയറർ ഫിലിംസ് പരാതി നൽകിയത്. ഇതേസമയം കാസ്റ്റിംഗ് കൌച്ച് പരാതി വ്യാജമെന്ന് ദിനിൽ ബാബു പറഞ്ഞു. യുവതി തന്നെ വിളിക്കുകയായിരുന്നു. ഹണി ട്രാപ്പിന് ശ്രമം നടക്കുന്നുവെന്നുമാണ് ആരോപണം. തന്നോട് പണം ആവശ്യപ്പെട്ടെന്നും അത് നൽകാതെ വന്നതോടെയാണ് പരാതി നൽകിയതെന്നും ദിനിൽ പറഞ്ഞു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, എന്താണ് ഈ സംഭവം? നവമിയിലേക്ക് വരാം. ആദ്യം ദിനിൽ ബാബുവിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ചാനലിലും സോഷ്യൽ മീഡിയയിലും എനിക്കിതൊരു അലിഗേഷൻ നടക്കുന്നുണ്ട്. ഞാനൊരു കാസ്റ്റിംഗ് കൗച്ച് നടത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേര് യൂസ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ കമ്പനിയേക്കല്ല വിളിച്ചത്. അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്. അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല, അവർ ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂലം അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ ഇവിടുത്തെ പോലീസും നിയമവും നമുക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും. അത് ആണ് പറയാനുള്ളത്. വേഫെയറർ ഫിലിംസിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബുവിന്റെ വാക്കുകളാണ് കേട്ടത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, എന്താണ് ഈ സംഭവം? ഏത് സാഹചര്യത്തിലാണ് വേഫെയറർ ഫിലിംസ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത്? ഈ ദിനിൽ ബാബു പറയുന്ന വിശദീകരണങ്ങളെ എങ്ങനെയാണ് കമ്പനി കാണുന്നത്? ശ്രീജ, ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വേഫെയറർ ഫിലിംസ്. ഇതിൽ സിനിമയിൽ ഇവരുടെ അടുത്ത സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഒരു യുവതിയെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ദിനിൽ ബാബു വിളിച്ചു വരുത്തിയതിനു ശേഷം സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ്, കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതി. സൗത്ത് പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ ഭർത്താവ് തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നുകൂടി പെൺകുട്ടി പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് സൗത്ത് പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വേഫെയറർ ഫിലിംസ് ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഈ പറയുന്ന വ്യക്തി ദിനിൽ ബാബു എന്ന് പറയുന്ന വ്യക്തിയുമായി കമ്പനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇങ്ങനെ ഒരു സിനിമയുടെ അല്ലെങ്കിൽ കാസ്റ്റ് അതിൽ അഭിനയിക്കാൻ ആളുകളെ ആവശ്യമുണ്ടെന്ന് കമ്പനി ആവശ്യപ്പെടുമെങ്കിൽ അത് ഒന്നുകിൽ ദുൽഖർ സൽമാന്റെ ഒഫീഷ്യൽ പേജിലൂടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ പേജിലൂടെ മാത്രമാണ് പുറത്തുവിടുക. മറുപക്ഷത്തേക്ക് ഇതിനു വേണ്ടി കാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ അഭിനയിക്കുന്നതിന് ആളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെയും ഏർപ്പാട് ചെയ്തിട്ടില്ല എന്ന് തന്നെയുള്ള ഒരു വിശദീകരണമാണ് വേഫെയറർ ഫിലിംസ് വേഫെയറർ ഫിലിംസ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിൽ നിയമപരമായി സൗത്ത് പോലീസിന് വേഫെയറർ ഫിലിംസ് പരാതി നൽകിയിട്ടുണ്ട്. ദിനിൽ ബാബു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കമ്പനിക്ക് യാതൊരു വിധ ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫെഫ്കയ്ക്കും വേഫെയർ ഫിലിംസ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ദിനിൽ ബാബു തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇത് ഈ പെൺകുട്ടി തന്നെ ഹണി ട്രാപ്പിൽ കൊടുക്കാനാണ് ശ്രമിച്ചത്. ഈ വേഫെയറർ ഫിലിംസ് എന്ന കമ്പനിയുടെ പേര് താൻ പരാമർശിച്ചത് എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചതുകൊണ്ട് പനമ്പള്ളിയിലുള്ള വേഫെയർ ഫിലിംസിന്റെ ഓഫീസിന് അടുത്തുള്ള ബിൽഡിംഗിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ആ കമ്പനിയുടെ പേര് പരാമർശിച്ചത്. അല്ലാതെ ഈ കമ്പനിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ തന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. അതിന് ക്ഷമ ചോദിക്കുന്നു, കമ്പനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ ദിനിൽ ബാബു നൽകുന്ന വിശദീകരണം. ഒപ്പം ഈ പെൺകുട്ടി ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചു, പണം നൽകണമെന്നാവശ്യപ്പെട്ടു. താനത് പണം നൽകില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വ്യാജ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് എന്നുകൂടി ഇയാൾ പറയുന്നുണ്ട്. ഒപ്പം ഈ പെൺകുട്ടി വിളിച്ചതിൻ്റെയും പണം ആവശ്യപ്പെട്ടതിൻ്റെയും തെളിവുകൾ ഉണ്ടെന്ന് കൂടി ഇയാൾ പറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. പെൺകുട്ടി ഇവിടെയുണ്ട്. നമുക്ക് പെൺകുട്ടി അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. പോലീസിന് വിശദമായി മൊഴി നൽകാനാണ് ഇന്ന് യുവതി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ പെൺകുട്ടിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് കേൾക്കേണ്ടത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ ആരോപണ വിധേയന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. വേഫെയറർ ഫിലിംസ് ഈ ദിനിൽ എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായും തള്ളുകയും ചെയ്തിട്ടുമുണ്ട്. ശ്രീജ.
ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഈ പെൺകുട്ടിയുടെ ഒരു പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് കരുതാം. എന്തായാലും വെയ്ഫെയറർ ഫിലിംസ് ഈ ദിനിൽ ബാബുവിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതിയിൽ ഇപ്പോൾ മൊഴിയെടുക്കുകയാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ.